അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ബോട്ടം നാവിഗേഷൻ ബാറിൽ ഒരു ആനിമേഷൻ ആഡ് ചെയ്യുന്ന എങ്ങനെ എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ബോട്ടം നാവിഗേഷൻ ബാർ എന്തെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെങ്കിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുത്തേക്കാം. ജസ്റ്റ് അത് കണ്ടിട്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു ആനിമേഷൻ ചെയ്യാൻ വേണ്ടി തന്നെ എനിക്ക് ആദ്യമേ തന്നെ ഒരു റെക്റ്റാങ്കുലർ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് തന്നെ ഞാനൊരു ടൂൾ എടുത്തിട്ട് ഒരു റെക്റ്റാങ്കിൾ ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ സൈഡ് കർവ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഏറ്റവും മാക്സിമം ആക്കുകയാണ്. അതിനുശേഷം ഇനി എനിക്ക് ആ ഒരു റെക്റ്റാങ്കുലറിൻ്റെ സൈസ് വളരെ ചെറുതാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് സൈസൊക്കെ ഒന്ന് ചെറുതാക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഈ സൈസ് മതിയായിരിക്കും എനിക്ക്. ഇനി ഞാൻ ആ ഒരു സെയിം ഗ്രീൻ കളർ തന്നെ, ആ ഒരു ഹോം ഐക്കണിൻ്റെ സെയിം ഗ്രീൻ കളർ തന്നെ അതിന് കൊടുക്കുകയാണ്. ഇനി ആ ഒരു ഫിൽ കളർ ഞാൻ റിമൂവ് ചെയ്യുകയാണ്. അവിടെ താഴെ ചെന്ന് സ്ക്രോൾ ചെയ്ത് ആ ഒരു ബോർഡർ കളർ ഓഫ് ചെയ്തിടുകയാണ്. അതിനുശേഷം ഓൾട്ട് പിടിച്ച് ഡ്രാഗ് ചെയ്ത് അതിൻ്റെ ഒരു സെയിം കോപ്പി ഇടുകയാണ്. ഇനി ആ ഒരു കോപ്പിക്ക് ഞാനൊരു വൈറ്റ് കളർ കൊടുക്കുകയും ഇവ രണ്ട് സെലക്ട് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് മാസ്ക് ചെയ്യുകയാണ്. മാസ്കിൻ്റെ ഷോർട്ട് ഫോം Ctrl+Shift+M ആണ്. ഇനി ജസ്റ്റ് ആ ഒരു ഹോം ഐക്കണ് താഴെ വരുന്ന രീതിയിൽ അലൈൻ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ ആ ഒരു ആർട്ട് ബോർഡ് കോപ്പി ചെയ്യുകയാണ്. കോപ്പി ചെയ്തതിന് ശേഷം ഇനി നമ്മൾ നോട്ടിഫിക്കേഷൻ ഐക്കൺ ഈ ഹോം ചെയ്ത പോലെ തന്നെ ആ ഒരു ഗ്രീൻ കളറിലാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ആ ഒരു ഹോം ഐക്കൺ ആ ഒരു പഴയ ആ ഒരു കളറിലേക്ക് മാറ്റുകയാണ്. ഇനി താഴെയുള്ള ഹോം എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് ആ ഹോമിന് പകരം ഞാൻ അവിടെ നോട്ടിഫിക്കേഷൻ എന്ന് ആഡ് ആക്കാൻ പോവുകയാണ്. കാരണം നോട്ടിഫിക്കേഷൻ ഐക്കണിന് താഴെയാണല്ലോ വരുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ആണല്ലോ വരേണ്ടത്. നോട്ടിഫിക്കേഷന് ആഡ് ചെയ്യുകയാണ്. ഇനി ആ ഒരു നോട്ടിഫിക്കേഷൻ ഐക്കണിന് ആ ഒരു ഗ്രീൻ കളർ കൊടുക്കണം. അതും ഞാനിവിടെ ഐ ഡ്രോപ്പർ ടൂൾ വെച്ച് ജസ്റ്റ് പിക്ക് ചെയ്ത് ആ ഗ്രീൻ കളർ കൊടുക്കുകയാണ്. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ താഴെ കൊടുത്തേക്കുന്ന ആ ഒരു മാസ്ക് ഞാൻ ഈ ചെയ്യുന്ന ആ ഒരു മെത്തേഡ് പോലെ തന്നെ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് വേണം നിങ്ങളിത് പ്ലേസ് ചെയ്യാനായിട്ട് ഇവിടെ. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ആ ഒരു ഐക്കണിന് താഴെ വരുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് അലൈൻ ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. ഇനി നമ്മൾ ആ ആർട്ട് ബോർഡ് വീണ്ടും ഒരു കോപ്പി ഇടുകയാണ്. ഇപ്രാവശ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ സെയിം മെത്തേഡ് തന്നെ നമ്മൾ ഫോളോ ചെയ്യുകയാണ്. സെറ്റിങ്സിനാണ് നമ്മൾ ഈ സെയിം മെത്തേഡ് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ സെറ്റിങ്സിൻ്റെ ആ ഒരു ഐക്കണിന് ഗ്രീൻ കളർ കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു നോട്ടിഫിക്കേഷൻ ബാറിൻ്റെ ഐക്കണിന് പഴയ ആ ഒരു ഗ്രേ കളർ കൊടുക്കുന്നു. നോട്ടിഫിക്കേഷൻ എന്നുള്ള ആ ഒരു ടെക്സ്റ്റ് നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് ആ ഒരു സെറ്റിങ്സിന് താഴെ കൊണ്ടുവന്ന് വെക്കുകയാണ്. നിങ്ങളിത് ഈ ഒരു ടെക്സ്റ്റൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വെക്കുമ്പോൾ അലൈൻമെൻറ്റ് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു ആർട്ട് ബോർഡിൻ്റെ സെയിം ആണോ എന്ന് നിങ്ങൾ പ്രത്യേകം ചെക്ക് ചെയ്യണം. ഇനി സെറ്റിങ്സ് എന്ന് ഞാൻ അവിടെ ടൈപ്പ് ചെയ്യുകയാണ്. അത് ജസ്റ്റ് ഒന്ന് സെൻറ്ററായിട്ട് അലൈൻ ചെയ്ത് വെക്കുകയാണ് ആ ഒരു ഐക്കണിന്. അതിനുശേഷം വീണ്ടും നമ്മൾ ചെയ്ത പോലെ ആ ഒരു മാസ്ക് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ തന്നെ വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് വെക്കുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് അതൊരു സെൻറ്റർ അലൈൻ ആക്കി വെക്കുക. ആ ഒരു ഐക്കണിന് നേരെ താഴെ വരുന്ന രീതിയിൽ അലൈൻ ചെയ്ത് വെക്കുക. ഇനി വീണ്ടും ഈ ഒരു മെത്തേഡ് നമ്മൾ കോപ്പി ചെയ്യുക. വീണ്ടും ആ ഒരു സെയിം മെത്തേഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കോപ്പി ചെയ്തിട്ട് ഇപ്രാവശ്യം നമ്മൾ പ്രൊഫൈൽ ഐക്കണാണ് ഇതുപോലെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രൊഫൈൽ ഐക്കൺ സെലക്ട് ചെയ്ത് അതിൻ്റെ കളർ നമ്മൾ ഗ്രീൻ ആക്കുകയാണ്. ഇനി ആ ഒരു സെറ്റിങ്സ് നമ്മൾ അവിടെ ആ ഒരു പ്രൊഫൈൽ ഐക്കൺ താഴെ കൊണ്ടുവന്ന് വെച്ചിട്ട് ആ ഒരു സെറ്റിങ്സ് മാറ്റി അവിടെ പ്രൊഫൈലിൽ നിന്ന് ടൈപ്പ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പം ഞാനവിടെ പ്രൊഫൈലിൽ നിന്ന് ടൈപ്പ് ചെയ്യുകയാണ്. പ്രൊഫൈലിൽ നിന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം വീണ്ടും ആ ഒരു സെറ്റിങ്സിൻ്റെ ആ ഒരു കളറ് നമുക്ക് പഴയതാക്കി കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ സെറ്റിങ്സ് സെലക്ട് ചെയ്ത് ഞാൻ ഓട്ടോ പിക്ക് വെച്ചിട്ട് ആ ഒരു സെറ്റിങ്സിൻ്റെ കളർ പഴയതാക്കുകയും വീണ്ടും ആ ഒരു താഴത്തെ മാസ്ക് ഡ്രാഗ് ചെയ്ത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്രൊഫൈലിന് താഴെ വരുന്ന രീതിയിൽ ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ഒന്ന് വെക്കുകയാണ്. ഓക്കെ, ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡിസൈൻ സംബന്ധമായ കാര്യങ്ങളെല്ലാം ഒരുവിധം സെറ്റായിട്ടുണ്ട്. ഇനി ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു താഴെ വന്നിരിക്കുന്ന ഐക്കണെല്ലാം പല സൈസാണ് വന്നിരിക്കുന്നത്. അവയെല്ലാം ഒന്ന് സെയിം സൈസ് ആക്കേണ്ടതുണ്ട്. ഇവയെല്ലാം സെയിം ബോട്ടം നാവിഗേഷൻ ബാർ ആണല്ലോ. അപ്പോൾ എല്ലാത്തിലും ഒരേ സെയിം സൈസ് ആണല്ലോ വേണ്ടത്. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഒരു റെക്ടാങ്കുലർ ബോക്സ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ ഫിൽ കളർ കളഞ്ഞിട്ട് ആദ്യത്തെ ആ ഒരു മാസ്കിൻ്റെ അതേ സെയിം വലിപ്പം തന്നെ ബാക്കിയുള്ളവയ്ക്ക് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ ഒരു റെക്റ്റാങ്കുലർ ബോക്സ് വെച്ച് ജസ്റ്റ് ആ ഒരു അളവ് എടുത്തിട്ട് ആ ഒരു സെയിം അളവ് തന്നെ ബാക്കിയുള്ളവയ്ക്ക് ഫോളോ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള താഴോട്ടെടുത്ത കോപ്പികൾക്കും ആ ഒരു സെയിം മെത്തേഡ് യൂസ് ചെയ്ത് സെയിം ആ ഒരു വിഡ്ത്ത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. വിഡ്ത്തും ഹൈറ്റും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിസൈനിൻ്റെ കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രോട്ടോടൈപ്പിങ്ങിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രോട്ടോടൈപ്പ് സെക്ഷനിൽ പോവുക. എന്നിട്ട് ആദ്യത്തെ ആ ഒരു നോട്ടിഫിക്കേഷൻ ഐക്കൺ സെലക്ട് ചെയ്തിട്ട്
രണ്ടാമത്തെ ആ ഒരു ഫ്രെയിമിലേക്ക് പ്രോട്ടോടൈപ്പ് ചെയ്യുക. രണ്ടാമത്തെ ഫ്രെയിമിൽ നിന്നും സെറ്റിങ്സ് സെലക്ട് ചെയ്ത് മൂന്നാമത്തെ ഫ്രെയിമിലേക്ക് പ്രോട്ടോടൈപ്പ് ചെയ്യുക. മൂന്നാമത്തെ ഫ്രെയിമിൽ നിന്നും പ്രൊഫൈൽ സെലക്ട് ചെയ്ത് നാലാമത്തെ ആ ഒരു ഫ്രെയിമിലേക്ക് പ്രോട്ടോടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു പ്രോട്ടോടൈപ്പിൻ്റെ സെറ്റിങ്സ് മാറ്റേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ ഒരു വയർ സെലക്ട് ചെയ്തിട്ട് ടൈപ്പിൻ്റെ അവിടെ നിങ്ങൾ ജസ്റ്റ് ഓട്ടോ ആനിമേറ്റ് കൊടുക്കുക. അതിനുശേഷം ഈസിങ്ങിൻ്റെ അവിടെ നിങ്ങൾ ഈസ് ഇൻ ഔട്ട് കൊടുക്കുക. അതിനുശേഷം ടൈം ഡ്യൂറേഷൻ 0.6 സെക്കൻഡ്സ് ആണ് കൊടുക്കേണ്ടത്. ഈ സെയിം ആ ഒരു സെറ്റിങ്സ് തന്നെ ബാക്കിയുള്ള നിങ്ങൾ കണക്ട് ചെയ്ത ആ ഒരു വയറുകൾക്കും കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ അതെല്ലാം കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞിട്ട് നിങ്ങൾക്കിപ്പോൾ ഇവിടെ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പ്ലേ ചെയ്ത് നോക്കുമ്പോഴേക്കും നിങ്ങൾക്കാകാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്, നിങ്ങൾ ആനിമേഷൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് ബാക്കിലേക്ക് ആനിമേഷൻ കൊടുക്കണം. അതായത് നിങ്ങൾക്കിപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ടിലേക്ക് മാത്രമേ ആനിമേറ്റ് ആകുന്നുള്ളൂ. ഇനിയിപ്പോൾ തിരിച്ച് വരണമെങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഒന്നിലും ആകുന്നില്ല. അപ്പോൾ അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. അതിന് സിമ്പിളാണ്. നിങ്ങൾ ലാസ്റ്റ് ആ ഒരു ഫ്രെയിം സെലക്ട് ചെയ്യുക. അതിലെ ആ ഒരു സെറ്റിങ്സ് ഐക്കണിൽ നിന്നും മൂന്നാമത്തെ ആ ഒരു ആർട്ട് ബോർഡിലേക്ക് നിങ്ങൾ കണക്ട് ചെയ്യുക. മൂന്നാമത്തെ ആർട്ട് ബോർഡിലെ നോട്ടിഫിക്കേഷൻ ബാറിൽ നിന്നും രണ്ടാമത്തെ ആർട്ട് ബോർഡിലേക്കും രണ്ടാമത്തെ ആർട്ട് ബോർഡിലെ ആ ഒരു ഹോം ഐക്കണിൽ നിന്നും ഒന്നാമത്തെ ആർട്ട് ബോർഡിലേക്കും കണക്ട് ചെയ്യുക. അപ്പോൾ അത്രമേ ഉള്ളൂ കാര്യം. ഇനി ജസ്റ്റ് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് നോക്കാവുന്നതാണ്. ജസ്റ്റ് പ്ലേ ബട്ടൺ പ്രസ് ചെയ്ത് നോക്കുക. അതിനുശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, എല്ലാം ആനിമേറ്റ് ആകുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ആ ഒരു ബോട്ടം നാവിഗേഷൻ ബാർ ആനിമേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് XD കൂടുതൽ പഠിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനലിൽ XDയുടെ തന്നെ ഒരു സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും നന്ദി.